ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. അരി അരക്കാതെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഇഡ്ഡലി റെഡിയാക്കാം. അപ്പോൾ ഇഡ്ഡലി എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പൊടി എടുത്തിട്ടുള്ള ആ ഒരു കപ്പിൽ 1 കപ്പ് ഉഴുന്ന്, അതായത് 3 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 കപ്പ് ഉഴുന്ന് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഉഴുന്നിൻ്റെ ആ സ്മെല്ലും ഫ്ലേവറും എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാനായിട്ടാണ്. ഇത് നിർബന്ധമല്ല കേട്ടോ, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ വേണ്ടത്. ഇത് തലേ ദിവസമാണ് ഞാനിപ്പോൾ രാത്രിയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായിട്ട് രാവിലെ ആയപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പം നല്ലോണം നമ്മുടെ മാവ് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി തട്ടിലോട്ട് ഓരോന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കുക. നല്ല സിമ്പിളായിട്ട് തന്നെ അരിപ്പൊടി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റും. നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്തായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യാം.